സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്, സുരേഷ് ഗോപിയെ ചിരണ്ടാൻ പോകുന്നവരുണ്ട്, കുത്തി കുത്തി ഇറക്കുന്നവരുണ്ട്, അങ്ങനെ വിവിധ പണികളുമായി നടക്കുന്നവരുണ്ട്. എനിക്കിതിലൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടേക്കൂ. പുള്ളിയുടെ ലോകത്ത് മന്ത്രിയൊക്കെയായി ഇങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ ഇനി കുറേ ആളുകൾ എൻ്റെ പുറത്ത് കയറാൻ വരരുത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യം കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ വളരെ ബോൺ സംഘീ രാഷ്ട്രീയത്തിൻ്റെ ആളൊന്നുമല്ല. പുള്ളി ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നു. എല്ലാവരുടെയും പുറകിൽ പുള്ളി പോയിട്ടുണ്ട്. SFIക്കാരനായിരുന്നു. കരുണാകരനുള്ളപ്പോൾ കോൺഗ്രസ്സുകാരുടെ പുറകിൽ അദ്ദേഹം പോയി. പിന്നെ അന്നൊന്നും ആരും വലിയ പരിഗണന കൊടുത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പരിഗണന കിട്ടി. അദ്ദേഹം രാജ്യസഭ കൊടുത്തു. ഇപ്പോൾ ലോക്സഭയിൽ അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിനെ ഒരു മന്ത്രിയുമാക്കി എന്ന് വിചാരിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഡൽഹിയിലെ തന്നെ BJPയിലെ വളരെ ഘടോത്കജന്മാരായ ആളുകൾക്ക് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ പാവം സുരേഷ് ഗോപിയായിട്ട് നിങ്ങൾ ചുരണ്ടുന്നത് എന്തിനാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. വയനാടും ടൂറിസവുമായി അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ഒരു ബന്ധമില്ലെന്ന് അദ്ദേഹം പറയും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനോട് ചെന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ആ പാവം എന്താ പറയേണ്ടത്? അദ്ദേഹത്തിന് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമോ ചരിത്രമോ അത്തരം കാര്യങ്ങളോ എല്ലാം പുള്ളിക്ക് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളി ഈ പറഞ്ഞതുപോലെ സഹായം വേണം, ഇത്ര കോടി കേരളത്തിന് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അവിടെ ഇരിക്കുന്നവർ കേൾക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. പിന്നെ അത് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ വാർത്തയാക്കും, അനുവദിച്ചാൽ വാർത്തയാക്കും, തിരിച്ചാക്കും, മറിച്ചാക്കും. അതുകൊണ്ട് ഈ രാഷ്ട്രീയമെന്ന് പറയുന്നത് അതിൽ കിടന്ന് പയറ്റി തെളിഞ്ഞ് ജ്യൂസ് അടിക്കുന്നത് പോലെ ചാറെടുത്ത് പിഴിഞ്ഞ് വരുന്നവർക്ക് മാത്രം പറ്റുന്നൊരു പണിയാണ്. അതുകൊണ്ട് ആ പാവത്തിനായിട്ട് ഇടങ്ങേറാക്കരുത്. അദ്ദേഹത്തിന് എന്തിനാണ് കുറ്റം പറയുന്നത്? അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത് ഈ തൃശ്ശൂരിലെ കുറച്ചാളുകൾ ലാഭേച്ഛയോടെ ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വരാൻ പോകുന്നവരോടൊപ്പം നിന്നാൽ അതിൻ്റെ ഒരു കഷണം കിട്ടും എന്ന് വിചാരിച്ച് നടത്തിയ ഒരു സംഗതിയുടെ ഒരു വിജയകരമായ ഇരയാണ് പാവപ്പെട്ടവൻ. അതുകൊണ്ട് പാവപ്പെട്ടവനായിട്ട് ഇടങ്ങേറാക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനിത് പറയാൻ കാര്യം, പലരും നമുക്ക് മെസ്സേജ് അയച്ച് സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിച്ചു. സുരേഷ് ഗോപി എവിടെയെന്ന്? സുരേഷ് ഗോപി എവിടെയെങ്കിലും പോട്ടെ. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ പോയി ഇന്ന് മണ്ണിടിഞ്ഞങ്ങ് വീണ് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കൊരു ആശ്വാസമാവുമോ? അതൊക്കെ ഒരു മോശം ചിന്തയാണ്. കഷ്ടം.